എന്റെ ജീവിതത്തിലെ 20ാമത്തെ വയസ്സിന്റെ അവസാനത്തെ ദിനമാണ് ഇന്ന്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് ഓ മൈ ഗോഡ്, ഓർമ്മിപ്പിക്കരുത്. എന്തൊക്കെയോ ആവണമെന്ന് ആഗ്രഹിച്ച എനിക്ക് എന്തൊക്കെയോ ആവാനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടി. വലിയ വലിയ ബ്രാൻഡ്സ് ആയിട്ട് എനിക്ക് കൊളാബ് ചെയ്യാൻ പറ്റി, രാജകുമാരിയിൽ ഫീച്ചർ ചെയ്യാൻ പറ്റി, ആഡിൽ വരാൻ പറ്റി, 2-3 സീരിയലിലൊക്കെ അഭിനയിക്കാൻ പറ്റി, കൊറിയോഗ്രാഫർ ആവാൻ പറ്റി, ബെസ്റ്റ് മോഡൽ അവാർഡ് കിട്ടി, ടൈറ്റിൽ അടിച്ചു. അതുപോലെ ടിവിയിൽ വന്നു, ഞാൻ കണ്ടക്ട് ചെയ്ത പ്രോഗ്രാം പത്രത്തിൽ വന്ന്, എന്റെ ഫോട്ടോ മാഗസീനിൽ ഫീച്ചർ ചെയ്യപ്പെട്ടു, എന്റെ ബിസിനസ് കുറച്ചൊക്കെ വളർത്താൻ പറ്റി. അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈഫിലൂടെയായിരുന്നു ഞാൻ കടന്നുകൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫ് ഞാൻ ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ കയറി പോയിട്ട് അവിടെ നിന്ന് ഒരാൾ പിടിച്ച് ഒറ്റ തള്ളു പോലെ അവിടെ നിന്ന് ഞാൻ ഇവിടെ എത്തി. പെട്ടെന്നാണ് എനിക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ വന്നു, സ്കിൻ പ്രോബ്ലംസ് വന്നു, ആ പ്രോബ്ലംസ് വന്നു. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എനിക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം. ഭയങ്കര ഹാപ്പി ആയിട്ട് ചില്ലടിക്കുന്ന ഒരാളാണ് ഞാൻ. ഫ്രണ്ട്സ്, ഹോസ്റ്റലിൽ പോയ ഫ്രണ്ട്സ്, കോളേജിൽ വന്ന ഫ്രണ്ട്സ്, വീട്ടിൽ വന്ന വീട്ടിലെ ഫ്രണ്ട്സ്, ഫാമിലി, മൊത്തത്തിലൊരു ബെസ്റ്റ് ലൈഫിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്റെ 20 വയസ്സിലെ ഫസ്റ്റ് ഹാഫ് വരെ ഇത് എല്ലാം തളർന്നു മരിച്ചുകൊണ്ട് വല്ലാത്തൊരു ഡിപ്രഷനും ആൻസൈറ്റിയും, പുറത്തിറങ്ങാൻ പറ്റാതെ ഇരുട്ട് റൂമിൽ അകപ്പെട്ട ഒരു സിൻഡറല്ല പോലെ ആയി ഞാൻ. സിൻഡറല്ല അപ്പൊ ഇതിനേക്കാളും ഭേദം. ഈ ചീച്ചില്ലെന്ന് പറഞ്ഞ് പറന്ന് നടക്കുന്ന കിളികളെ പെട്ടെന്ന് പിടിച്ച് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അതേപോലത്തെ അവസ്ഥ. എല്ലാ വർഷവും എല്ലാ ബർത്ത്ഡേക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഒട്ടും എക്സൈറ്റഡ് അല്ല. എന്റെ ലൈഫ് ഇത്രയും വേഴ്സ്റ്റ് ടൈമിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. സോ 20ാമത്തെ വയസ്സേ നിന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് ടൈം ആയിരുന്നു. ഫ്രം ടുമാറോ എനിക്ക് 21 വയസ്സാവും, ഞാൻ ഒരു അഡൾട്ട് ആവും. സോ ഐ ആം സോ ഹാപ്പി.